എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ സീനക്ക് അവനെ ഉറക്കാണ്. കാരണം നെക്സ്റ്റ് മോർണിംഗിൽ അവന് സ്കൂളിൽ പോകണം. തീ നേരത്തെ അവളെ ഒരുപാട് ടീസ് ചെയ്ത കാരണം അവൾ ഇപ്പോൾ ഒരു ജാക്കറ്റൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. നൈറ്റ് ഡ്രസ്സ് മാറ്റി. അവന് അപ്പോൾ ആ റൂമിലുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഈ റൂമിലാണ് കിടക്കുന്നതെന്ന് തീ പറയുമ്പോൾ, ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞല്ലേ ഇതെന്റെ റൂമാണ്, നീ ഇവിടെ കിടക്കാമെന്ന് സ്വപ്നം പോലും കാണണ്ടെന്ന് അവൾ പറയുന്നു. നിനക്ക് സമ്മതമാണെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് രാത്രി ഞാൻ ഇവിടെ കിടക്കാൻ പോകുന്നത് നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി. ഞാൻ ഇന്ന് ഈ ബെഡിൽ കിടക്കട്ടെ എന്ന് അവൻ ചോദിക്കുമ്പോൾ, അതെന്റെ ബെഡാണ്, നീ എൻ്റെ ബെഡിൽ നിന്ന് മാറ്, എൻ്റെ ബെഡിലല്ലാതെ എനിക്ക് മറ്റെവിടെ ഉറക്കം വരില്ല എന്ന് അവളും പറയുന്നു. നീ ഒരു കാര്യം മറക്കുന്നു, ഈ ബെഡ് മാത്രമല്ല ഈ റൂമും ഈ ഫുൾ വീടും എന്റെയാണ്. അതുകൊണ്ട് നീ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് അവനും പറയുന്നു. എന്തായാലും സീൻ ഒരുപാട് ഫോഴ്സ് ചെയ്യുമ്പോൾ ലാസ്റ്റ് അവൻ ആ ബെഡിൽ നിന്ന് എണീക്കുന്നു. എന്നിട്ട് അവളുടെ അടുത്ത് വന്ന്, നിനക്കെന്താ പേടിയാണോ? നമ്മൾ രണ്ടുപേരും ഒരു ബെഡിൽ കിടക്കുകയാണെങ്കിൽ നമുക്കിടയിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ഇത് കേട്ട് ദേഷ്യം വരുന്ന സീന് അവനെ ബെഡിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഒരുപാട് ലേറ്റ് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ തീ പറഞ്ഞെല്ലാം കേട്ട് പേടിച്ച സീന ഉറങ്ങുന്നില്ല. മാക്സിമം കണ്ണു തുറന്ന് അവൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. താനെങ്ങാണ് ഉറങ്ങുകയാണെങ്കിൽ തീ തന്നെ എന്തെങ്കിലും ചെയ്യുമെന്നാണ് അവൾക്ക് പേടി. പക്ഷെ അവസാനം അവൾ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ തീ എണീക്കുന്നുണ്ട്. എന്നിട്ട് സീന അടുത്തേക്ക് വരുന്നു. അവൾ ഇങ്ങനെ കാണുമ്പോൾ അവളെ നോക്കി അവൻ സ്മൈൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവളുടെ ക്ലോസ് ആയിട്ട് പോയി അവളെ കിസ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും സീൻ ഉണരുന്നു. അവൾ ഉറക്ക ബഹളം വെക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം അവളുടെ ഡ്രീം ആയിരുന്നു. അവളുടെ ഉറക്കെയുള്ള ഈ ബഹളം കേട്ട് തീ എണീക്കുന്നു. കാവു അപ്പോൾ ഉറക്കത്തിൽ സംസാരിക്കുന്നു. എനിക്കെൻ്റെ മമ്മയെ കാണണം, എനിക്കിവിടെ താമസിക്കേണ്ട, എനിക്കെൻ്റെ മമ്മയടുത്ത് പോകണം എന്നെല്ലാം അവൻ പറയുന്നുണ്ട്. സീന അവൻ്റെ അടുത്ത് വന്ന് അവനെ കാമാക്കാൻ ശ്രമിക്കുന്നു. കാരണം അവനിങ്ങനെ പറയുന്ന എങ്ങാനും തീ കേൾക്കുകയാണെങ്കിൽ തീക്ക് ഡൗട്ട് തോന്നുമെന്ന് സീനയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ തീ ഇതൊന്നും കേൾക്കുന്നില്ല. അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. സീന ഇവിടെ ഉറങ്ങാതിരിക്കാൻ വേണ്ടി രാത്രി ഫുൾ ഒരുപാട് കോഫി കുടിക്കുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് അവൾ ആ വീൽ ചെയറിൽ ഇരുന്ന് ഉറങ്ങുന്നു. ഈ സീനിൽ കാവുൻ്റെ അഡ്മിഷന് വേണ്ടി സീന അവനെ കൂട്ടി സ്കൂളിലേക്ക് വരുന്നു. എന്നിട്ട് അഡ്മിഷൻ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം റിയൽ സിരിയാണ് കാണിക്കുന്നത്. ക്രിട്ടിനെ കുറിച്ച് ആലോചിച്ച് അവൾ വറീഡായിരുന്നു. സോ അവനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. നീ എന്തിനാ ഇവിടേക്ക് വന്നത്? ആരെങ്കിലും കാണുകയാണെങ്കിൽ പ്രശ്നമാകുമെന്ന് ക്രിട്ട് പറയുന്നു. ഒരു പ്രശ്നവുമില്ല, ആരും കാണില്ല, എല്ലാം ഓക്കെ ആണെന്ന് അവൾ പറയുന്നുണ്ട്. അവന് വേണ്ടി ഫുഡും കൊണ്ടാണ് അവൾ വന്നിരുന്നത്. എന്നിട്ട് അവളുടെ കൈ കൊണ്ട് അവനെ ഫീഡ് ചെയ്യുന്നു. നിന്റെ കൈ ഇഞ്ചൂർഡ് അല്ലേ, അതുകൊണ്ട് ഞാൻ വാരി തരാമെന്ന് അവൾ പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ കൈ ഓക്കെയാണ്, ഞാൻ കഴിച്ചോളാം എന്ന് ക്രിട്ടും പറയുന്നു. ഇങ്ങനെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ബൈ മിസ്റ്റേക്ക് അവളുടെ ഡ്രസ്സിൽ ഫുഡ് വീഴുന്നുണ്ട്. സോ അവൾ വാഷ് ചെയ്യാൻ വേണ്ടി വാഷ്റൂമിലേക്ക് പോകുന്നു. അപ്പോൾ അവിടേക്ക് നുട്ട് വരുന്നു. ക്രിട്ടിന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് അവൾ വന്നിരുന്നത്. അവന് വേണ്ടി ഫുഡും കൊണ്ടാണ് അവളും വന്നിരിക്കുന്നത്. ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടി അവൾ പ്ലേറ്റ് എടുക്കുമ്പോൾ അവളുടെ കയ്യിൽ ചെറുതായിട്ട് ഫുഡ് പറ്റുന്നു. സോ ക്ലീൻ ചെയ്യാൻ വേണ്ടി അവൾ വാഷ്റൂമിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ആ വാഷ്റൂമിൽ ഇപ്പോൾ സിരിയുണ്ട്. തന്നെ നുട്ട് കാണുകയാണെങ്കിൽ ഫുൾ പ്രശ്നമാകുമെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. ആൻറ്റി പെട്ടെന്ന് വാഷ്റൂമിൻ്റെ ഡോറ് ബ്ലോക്ക് ചെയ്യുന്നു. അകത്ത് ആളുണ്ടെന്ന് പറയുന്നുണ്ട്. അത് സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാമെന്ന് നുട്ടും പറയുന്നു. വേണ്ട വേണ്ട, വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്റെ ഡ്രസ്സിൽ ഈ കറ പറ്റും, വലിയ വാഷ്റൂം ഉണ്ടല്ലോ, ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആൻറ്റി അവളെയും കൂട്ടി വെളിയിലത്തെ വാഷ്റൂമിലേക്ക് പോകുന്നു. ക്രിട്ടിനെ കാണാനായി ആൻറ്റിയും സിരിയെയും റൂമിലേക്ക് പോയപ്പോൾ ആരെങ്കിലും വരുന്നു നോക്കണമെന്ന് അവർ പീക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പീക്കാകട്ടെ ഇതൊന്നും ശ്രദ്ധിക്കാതെ സുഖമായി ഉറങ്ങാണ്. അതുകൊണ്ടാണ് നുട്ടു വരുന്നത് അവൻ കാണാതിരുന്നത്. ആൻറ്റി വന്ന് അവൻ എണീപ്പിക്കുന്നു. നിന്നെ ഞങ്ങൾ എന്ത് ജോലി ഏൽപ്പിച്ചത്? നീ അത് നോക്കാതെ ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാണ്. നിനക്കറിയാമോ, ഇപ്പോൾ നുട്ടു റൂമിലേക്ക് വന്നു. ഇൻ കേസ് അവൾ സിരിയെ കണ്ടിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയാമായിരുന്നു ചോദിക്കുന്നു. നുട്ടു റൂമിൽ നിന്ന് വെളിയിലേക്ക് പോയെന്ന് മനസ്സിലാകുമ്പോൾ സിരിയ വാഷ്റൂമിൽ നിന്ന് വെളിയിലേക്ക് വരുന്നു. നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് ക്രിട്ട് അവളോട് പറയുന്നുണ്ട്. ആൻറ്റി പീക്കിനോട് സിരിയും കൂട്ടി ഇവിടുന്ന് പോകാൻ പറയുന്നു. പീക്ക് സിരിയും കൂട്ടി വേഗം അവിടുന്ന് പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും നുട്ട് അവിടേക്ക് വരുന്നു. ആൻറ്റി ഒരു വിധത്തിൽ സിരിയെ അവളെ കാണിക്കാതെ അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഓഫീസിലെ വർക്കെല്ലാം കഴിഞ്ഞ ശേഷം തീ വീട്ടിലേക്ക് വരുന്നു.
എന്നിട്ട് ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഡോർ തുറക്കാൻ പറ്റുന്നില്ല. അവൻ സീനിയോട് റൂമിന്റെ ഡോർ തുറക്കാൻ പറയുന്നു. അവനെ സംബന്ധിച്ച് സിരിയോട്. സീനി ആകട്ടെ റൂമിനകത്ത് ഡാൻസ് എല്ലാം ചെയ്ത് വളരെ ഹാപ്പി മോഡിലാണ്. ഇന്ന് എന്റെ റൂമിൽ കിടന്ന് ഉറങ്ങാമെന്ന് നീ വിചാരിക്കണ്ട, മറ്റെവിടെയെങ്കിലും പോയി കിടക്ക്. ഒരു കാരണവശാലും നിനക്ക് എന്റെ റൂമിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ റൂം നന്നായിട്ട് പൂട്ടിയെന്ന് അവൾ പറയുന്നു. ഉറങ്ങുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഈ റൂമിൽ തന്നെ കിടന്നുറങ്ങും, നിന്റെ പെർമിഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും. അവൻ ഡോറ് തുറക്കാൻ പലതവണ സീനിയോട് പറയുന്നു. പക്ഷേ അവൾ ഡോറ് തുറക്കുന്നില്ല. സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ലേറ്റ് നൈറ്റ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത്. ഒരു അൺനോൺ പേഴ്സൺ പതുക്കെ സീനിയർ റൂമിൽ എൻ്റർ ചെയ്യുന്നു. അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ ഫുൾ പ്രിപ്പയർഡ് ആയിരുന്നു. ഒരു നൈഫ് അവളുടെ പക്കലുണ്ട്. റൂമിൽ കടന്നയാൾ പതുക്കെ സീനിയ അടുത്തേക്ക് വരുന്നു. സീനിയ ആണെങ്കിൽ ആ നൈഫ് എടുത്ത് കയ്യിൽ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പെട്ടെന്ന് അയാൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആ നൈഫ് ഉയർത്തുന്നു. പക്ഷേ അത് തീയായിരുന്നു. നീ ഈ റൂമിൽ എന്ത് ചെയ്യാണ്? ഞാൻ ഡോർ നന്നായിട്ട് ലോക്ക് ചെയ്തതാണല്ലോ. നീ എങ്ങനെ റൂമിനകത്ത് കടന്നു? നീ എന്താ എന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? എൻ്റെ കയ്യിൽ നൈഫുണ്ട്, ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്യുമെന്ന് അവൾ പറയുന്നു. നീ എന്താ വല്ല സൈക്കോയാണോ? ഒന്നാമത്തെ കാര്യം, എൻ്റെ സ്വന്തം റൂമിൽ കയറാൻ നീ എന്നെ അനുവദിക്കുന്നില്ല. അതുകൂടാതെ നൈഫ് കാണിച്ച് എന്നെ പേടിപ്പിക്കുകയാണോന്ന് അവൻ ചോദിക്കുന്നു. ഡോർ ലോക്കാണല്ലോ, നീ എങ്ങനെ അകത്ത് കടന്നു എന്ന് സീന വീണ്ടും അവനോട് ചോദിക്കുന്നു. ഇതെന്റെ വീടാണെന്ന കാര്യം നീ മറക്കണ്ട. ഈ വീട്ടിലെ എല്ലാ വഴികളും എനിക്ക് നന്നായിട്ടറിയാം. വീടിന്റെ ബാക്ക് സൈഡിൽ കൂടെ വിൻഡോ വഴി അകത്ത് കടന്നു എന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ടവൻ വീണ്ടും സീനെ ടീസ് ചെയ്യുന്നു. നീ എന്നെ വെയിറ്റ് ചെയ്യൂ, ഞാൻ കുളിച്ചിട്ട് വേഗം വരാമെന്ന് അവൻ പറയുന്നുണ്ട്. കുളിച്ച ശേഷം തീ വെളിയിലേക്ക് വരുമ്പോൾ സീനി ആകട്ടെ ഫുൾ പ്രിപ്പയർഡ് ആയിരുന്നു. അവൾ അവളുടെ ദേഹത്ത് ഒരുപാട് ഡ്രസ്സുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം തീയെങ്ങാനും അവളുടെ ക്ലോസ് ആയിട്ട് വരികയാണെങ്കിലോ. അവളുടെ കോലം കണ്ട് അവൻ അവളോട്, നീ എന്താ എന്നെ കാണുമ്പോൾ ഷൈ ഫീൽ ചെയ്യുന്നു? നീ എന്താ എന്നെ ലൈക്ക് ചെയ്യുന്നുണ്ടെന്ന് അവൻ ചോദിക്കുന്നു. നിന്റെ സ്റ്റുപ്പിഡ് ടോക്ക് നിർത്താൻ സീന അവനോട് പറയുന്നുണ്ടെങ്കിലും തീയാകട്ടെ അവളെ വീണ്ടും ടീസ് ചെയ്യുന്നു. എന്ത് രസമായിരിക്കും ഞാൻ നിന്റെ ക്ലോസ് ആയിട്ട് വരുമ്പോൾ എന്ന് അവൻ പറയുമ്പോൾ, എന്തു രസമായിരിക്കും ഞാൻ ഈ നൈഫ് കൊണ്ട് നിന്നെ കൊല്ലുമ്പോൾ എന്ന് അവളും പറയുന്നു. നിനക്ക് നിന്റെ ജീവൻ വേണമെങ്കിൽ മിണ്ടാതെ നിന്റെ പ്ലേസിൽ പോയി കിടന്ന് ഉറങ്ങാൻ അവൾ അവനോട് പറയുന്നു. തീ അവന്റെ പ്ലേസിൽ പോയി കിടക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും മാക്സിമം അവൾ ഇറിറ്റേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകുന്നു. രാത്രി തീയെ പേടിച്ച് സീനയ്ക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ ആ മോർണിംഗിൽ സുഖമായി കിടന്ന് ഉറങ്ങാണ്. തീ അവളുടെ അടുത്ത് വന്ന്, ഇന്ന് കാവുന്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണ്, അവനെ ഡ്രോപ്പ് ചെയ്യുന്ന കാര്യം നീ മറന്നു ചോദിക്കുന്നു. പക്ഷെ സീനി ആകട്ടെ ഇതൊന്നും കേൾക്കാതെ സുഖമായി കിടക്കുകയാണ്. കാവും ബെഡിൽ വന്ന് അവളെ എണീപ്പിക്കാൻ ശ്രമിക്കുന്നു. എനിക്ക് സ്കൂളിൽ പോകണം, മമ്മ എണീക്കാൻ അവനും പറയുന്നു. സീനി ഇതൊന്നും കേൾക്കുന്നില്ല. തീക്ക് അപ്പോൾ ഒരു ഐഡിയ തോന്നുന്നു. അവൻ കാവുനോട് 2 മിനിറ്റ് നീ വെയിറ്റ് ചെയ്യൂ, നമുക്കൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് അവന്റെ ചെവിയിൽ എന്തോ പറയുന്നു. ഈ ഐഡിയ കാവുനും ഇഷ്ടമാകുന്നു. നെക്സ്റ്റ് സീനിൽ 2 പേരും കൂടി സ്കെച്ച് പെൻ കൊണ്ട് അവളുടെ ഫേസിൽ ഒരുപാട് വരയ്ക്കുന്നുണ്ട്. സീനി ആകട്ടെ ഇതൊന്നും അറിയാതെ ബോധം കെട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അവളുടെ ഫേസ് ഫുൾ അവർ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് തീ ഇതിന്റെ ഫോട്ടോസ് എടുക്കുന്നു. നീ എണീക്കുമ്പോൾ നിന്റെ ഫേസ് കണ്ടുള്ള റിയാക്ഷൻ രസമായിരിക്കും എന്നെല്ലാം അവൻ മനസ്സിൽ വിചാരിക്കുന്നു. ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ അവൻ അവളുടെ കുറച്ച് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് സീന അവനെ ഹഗ് ചെയ്യുന്നു. എന്നിട്ട് ബൈ മിസ്റ്റേക്ക് അവനെ കിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും സീനി ഉണരുന്നു. തൻ്റെ ഇത്രയും ക്ലോസ് ആയിട്ട് തീയെ കാണുമ്പോൾ സീന ആകെ ഷോക്കാകുന്നു. അവനെ പുഷ് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നോട് ഒരുപാട് തവണ പറഞ്ഞല്ലേ എന്നെ ഇത്രയും ക്ലോസ് ആയിട്ട് വരരുതെന്ന് അവൾ പറയുന്നു. കാവു അപ്പോൾ മോം അങ്കിളിനെ കിസ് ചെയ്തെന്ന് പറഞ്ഞ് ഉറക്കെ ബഹളം വെക്കുന്നു. സീന അവനോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. തീ അവൻ്റെ ഫോണിലെ ഫോട്ടോ അവളെ കാണിക്കുന്നു. നിങ്ങൾ 2 ആളും എൻ്റെ ഫേസിൽ എന്താ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് സീന ദേഷ്യപ്പെടുന്നു. പില്ലെടുത്ത് അവന് നേരെ എറിയുന്നുണ്ട്. തീ സ്മൈൽ ചെയ്ത് വെളിയിലേക്ക് വരുമ്പോൾ അവൻ ഫേസ് ചെയ്യുന്നത് ധാരികയാണ്. ഇന്നലെ രാത്രി നീ സിരിയുടെ റൂമിലായിരുന്നു എന്ന് അവൾ ചോദിക്കുമ്പോൾ, അതെ, കാരണം അവളുടെ സേഫ്റ്റി എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അവളുടെ റൂമിലാണ് സ്റ്റേ ചെയ്യുന്ന അവൻ പറയുന്നു. ഇത് കേട്ട് ധാരികയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. നെക്സ്റ്റ് സീനിൽ കാവുന്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അവനെ ഡ്രോപ്പ് ചെയ്യാൻ എല്ലാവരും വന്നിട്ടുണ്ട്. കാവു സീനിയോട്, മോം സ്കൂളിലേക്ക് എൻ്റെ കൂടെ മോമും വരൂ, എനിക്ക് ഒറ്റയ്ക്ക് പോകണ്ട, മോം വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും എന്ന് അവൻ പറയുന്നു.
സീന അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നെങ്കിലും കാവു ആകട്ടെ ഒറ്റയ്ക്ക് സ്കൂളിൽ പോകാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ ഒരു ഫാദറിന്റെ സ്ഥാനത്ത് തീ അവനോട് സംസാരിക്കുന്നു. സ്കൂൾ ഒരുപാട് രസമുള്ള സ്ഥലമാണ്, ഇവിടെ ഒരുപാട് കളികൾ കളിക്കാം, ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. എന്നിട്ട് ഒരു ഗേളിനെ കാണിച്ച് ആ കുട്ടിയെ കണ്ടു, നീ പോയി അവളുമായി ഫ്രണ്ട്സ് ആകൂ. നീ അവളുമായിട്ട് ഫ്രണ്ട്സ് ആകുകയാണെങ്കിൽ നാളെ മുതൽ സ്കൂളിൽ വരാൻ നിനക്ക് ഒരുപാട് ഇഷ്ടമാകുമെന്ന് അവൻ പറയുന്നു. കാവു ഹാപ്പി ആയിട്ട് ആ ഗേളുമായിട്ട് ഫ്രണ്ട്സ് ആകാൻ അവളുടെ അടുത്തേക്ക് പോകുന്നു. സീന തീയോട് താങ്ക്സ് പറയുന്നുണ്ട്, തന്നെ ഹെൽപ്പ് ചെയ്തതിന്. താങ്ക്സിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് അവൻ അവളോട് പറയുന്നു. രണ്ടുപേരും കാവുനെ ശ്രദ്ധിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. സീന അവന്റെ കുറെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നു. എന്നിട്ടതെല്ലാം സിരിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. തൻ്റെ മകനെ ഫസ്റ്റ് ടൈമിൽ സ്കൂൾ യൂണിഫോമിൽ കാണുമ്പോൾ സിനി ഒരുപാട് ഹാപ്പി ആകുന്നു. അവൾ ക്രിറ്റിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കാവുൻ്റെ ഈ ഫോട്ടോസ് കണ്ട് അവൾ ഒരുപാട് ഇമോഷണൽ ആകുന്നു. ഇന്നു കാവു ഫസ്റ്റ് ടൈമിൽ സ്കൂളിൽ പോയിരിക്കുകയാണ്. അവനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യണമെന്നെല്ലാം എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടെന്നെല്ലാം അവൾ പറയുന്നു. ഇങ്ങനെ കാവുനെ കുറിച്ച് അവൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവൾ ഒരുപാട് ഇമോഷണൽ ആകുന്നു. നീ വറി ചെയ്യേണ്ട, എല്ലാ കാര്യങ്ങളും വേഗം സോൾവ് ആകുമെന്ന് ക്രിറ്റ് അവളോട് പറയുന്നു. ക്രിറ്റിനെ കാവുന്റെ ഫോട്ടോസ് എല്ലാം അവൾ കാണിക്കുന്നുണ്ട്. ഇവിടെ ദാരിക ഓഫീസിൽ വന്നെങ്കിലും ഒരുപാട് ഫ്രസ്ട്രേഷനിലായിരുന്നു. എങ്ങനെയും തീയെ സ്വന്തമാക്കണം, അതിനുള്ള വഴികൾ ആലോചിക്കണമെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. അതേസമയം സീനയും നണ്ണും വേഷം മാറി തീയുടെ മദറിനെ ഫോളോ ചെയ്യാണ്. ഈ സംഭവിച്ച കാര്യങ്ങളിലെല്ലാം തീയുടെ മദറും ഇൻവോൾവ് ആണെന്ന് ഇവർക്ക് സംശയമുണ്ട്. സോ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. തീയുടെ മദർ വന്നിരിക്കുന്നത് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത്ര ഏജ് ആയിട്ടും ഇത്ര പക്കയായിട്ട് തീയുടെ മദർ ഷൂട്ട് ചെയ്യുന്ന കണ്ട് രണ്ടുപേരും ഷോക്കാകുന്നു. റിയൽ സിരിയെ ഷൂട്ട് ചെയ്ത് ഇനി ഇവരാണോന്ന് ഇവർക്ക് രണ്ടുപേർക്ക് സംശയം തോന്നുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സീന പറഞ്ഞ അനുസരിച്ച് ഞാൻ തീയുടെ സ്പൈഡ് എടുത്ത് വരുന്നു. അവന്റെ പക്കൽ നിന്ന് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കിട്ടുമെന്ന് അറിയാനായിട്ട്. അവനെ ഇംപ്രസ് ചെയ്യാനായി നണ്ണ അവനെ തൻ്റെ ഫേവറേറ്റ് ഒപ്പയാണെന്ന് പറയുന്നു. ശരിയാ നീ പറഞ്ഞത്, ഒരു കൊറിയൻ ബോയേക്കാളും ഞാൻ എന്തുകൊണ്ട് ഹാൻഡ്സം ആണ്, ജെന്റിൽമാൻ ആണ്. ഒപ്പാന്ന് വിളിക്കാൻ ഞാൻ ഡിസേർവ് ചെയ്യുന്നു എന്ന് അവനും പറയുന്നു. എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കണം, നീ എന്താ എന്നോട് സത്യം പറയൂന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഇതറിയാൻ വേണ്ടിയാണോ നീ എന്നെ ഒപ്പാന്ന് വിളിച്ചത്? സാരമില്ല, നിനക്ക് എന്ത് ചോദിക്കണമെങ്കിലും എന്നോട് ചോദിക്കാൻ, പക്ഷെ ഞാൻ നിന്നോട് ഒന്നും പറയില്ല എന്ന് അവൻ പറയുന്നു. നണ്ണ് ദേഷ്യം വരുന്നു. അവൾ അവനെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. നീ ഇത്രയും നേരം എന്റെ വേസ്റ്റ് ആക്കിയെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ക്രിറ്റിനെ കാണാനായി തീ ഹോസ്പിറ്റലിൽ വരുന്നു. അവിടെ സിരി ഓൾറെഡി ഉണ്ടായിരുന്നു. ഇത് സീനയല്ല, റിയൽ സിരിയാണ്. അവൾ ക്രിറ്റിനെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ തീക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. നിനക്ക് ഹോസ്പിറ്റലിൽ വരണമായിരുന്നെങ്കിൽ എന്നോട് പറയാമായിരുന്നല്ലോ, ഞാൻ നിന്നെ കൊണ്ടുവരുമായിരുന്നു. ഇങ്ങനെ ഒറ്റയ്ക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തീ പറയുന്നു. തീയെ കണ്ട് ക്രിട്ട് ഒരുപാട് പേടിക്കുന്നുണ്ട്. സിരിയുടെ സത്യം അവന് മനസ്സിലാവുമെന്ന് പേടിച്ച്. പക്ഷേ സിറ്റുവേഷൻ സിരിയെ പ്രോപ്പറായി ഹാൻഡിൽ ചെയ്യുന്നു. ഇവർ രണ്ടുപേരെയും ഇത്രയും ക്ലോസ് ആയിട്ട് കാണുമ്പോൾ സത്യത്തിൽ തീ ജലസ് ആകുന്നുണ്ട്. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് വരാൻ പാടില്ലായിരുന്നു. നിന്റെ കണ്ടീഷൻ ഓൾറെഡി സേഫ് അല്ല. എൻ്റെ പെർമിഷൻ ഇല്ലാതെ നീ ഇനി മുതൽ എവിടെയും പോകരുത്. ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ അവളെയും കൂട്ടി അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. തീക്ക് സത്യം മനസ്സിലാകുമെന്ന് പേടിച്ച് ക്രിട്ട് അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ തീ ഒന്നും കേൾക്കാതെ സിരിയും കൂട്ടി അവിടുന്ന് പോകുന്നു. ക്രിട്ട് എണീറ്റ് അവളുടെ പിറകെ പോകാൻ തുടങ്ങുമ്പോൾ നഴ്സ് വന്ന് അവനെ തടയുന്നുണ്ട്. സർ, താങ്കളുടെ കണ്ടീഷൻ ഓൾറെഡി ഒരുപാട് മോശമാണ്. താങ്കൾ നടക്കരുതെന്ന് പറഞ്ഞ് അവനെ കൊണ്ടുവന്ന് ബെഡിലിരുത്തുന്നുണ്ട്. പീക്ക് ഓടി റൂമിലേക്ക് വരുന്നു. കാരണം സിരിയെ വന്നത് പീക്കിന്റെ കൂടെയായിരുന്നു. എല്ലാ കാര്യങ്ങളും അവനും അറിയുന്നുണ്ട്. അതേസമയം സീന ഇവിടെ കാവനെ പിക്ക് ചെയ്യാൻ വേണ്ടി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങാണ്. സ്പൈ അവർക്ക് വേണ്ടി ടാക്സി വിളിച്ചിട്ടുണ്ടായിരുന്നു. സീനയും നണ്ണും ടാക്സിയിൽ കയറിയിരിക്കുന്നു. എന്നിട്ട് സ്പൈയോട് ബൈ പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. ക്രിട്ട് അപ്പോൾ അവളെ കോൾ ചെയ്യുന്നു. റിയൽ സിരിയ ഇപ്പോൾ തീയുടെ പക്കലാണെന്ന് അവൻ പറയുന്നുണ്ട്. ഇവിടെ തീ റിയൽ സിരിയോട് ഇനി മേലാൽ എൻ്റെ പെർമിഷൻ ഇല്ലാതെ എവിടെയും പോകരുത്. നിന്റെ ഹെൽത്ത് ഓൾറെഡി മോശമാണ്. ഇത് വീണ്ടും മോശമാകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവളെ ഫോഴ്സ് ചെയ്ത് വണ്ടിയിൽ കയറ്റിയിരുത്തുന്നു. നീ എന്തായി ചെയ്യുന്നതെന്ന് സിരിയെ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ മറുപടി ഒന്നും പറയുന്നില്ല. അതേസമയം പീക്ക് ഇവിടെ റിയൽ സിരിയെ ഫോളോ ചെയ്യാണ്. സീന പറഞ്ഞിട്ടാണ് പീക്ക് ഇങ്ങനെ ചെയ്യുന്നത്.
ഇവിടെ സീന സിരിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അവൾക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റോപ്പിൽ എന്തെങ്കിലും പേര് പറഞ്ഞിറങ്ങണം, നമുക്ക് അവിടെ വെച്ച് ചേഞ്ച് ചെയ്യാമെന്ന് അവൾ പറയുന്നു. തീയെ കൊണ്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യിക്കാൻ സിരിയെ മാക്സിമം ശ്രമിക്കുന്നുണ്ടെങ്കിലും തീ ആകട്ടെ കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. നീ മിണ്ടാതെ എൻ്റെ കൂടെ നേരെ വീട്ടിലേക്ക് വരാൻ അവൻ പറയുന്നു. അവളെയും കൂട്ടി വീട്ടിലേക്ക് വരുന്നുണ്ട്. അവൻ നല്ല ദേഷ്യത്തിലായിരുന്നു. വണ്ടി സ്റ്റോപ്പ് ചെയ്ത ശേഷം അവളെ എടുക്കുന്നു. സ്പൈ വണ്ടിയിൽ നിന്ന് വീൽ ചെയർ എടുക്കുന്നുണ്ട്. തീ അവളെ വീൽ ചെയർ ഇരുത്തുന്നു. എന്നിട്ട് അവളെയും കൂട്ടി വീടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ സ്പൈ ആകെ കൺഫ്യൂഷനിലായിരുന്നു. ഇതെങ്ങനെ മാഡം ഇത്ര പെട്ടെന്ന് ബോസിൻ്റെ കൂടെ എത്തി? ഇപ്പോഴല്ലേ മാഡത്തിനെ ഞാൻ ടാക്സിയിൽ പറഞ്ഞയച്ചെന്നെല്ലാം അവൻ മനസ്സിൽ വിചാരിക്കുന്നു. അവൻ ആകെ കൺഫ്യൂഷനാകുന്നു. പക്ഷെ ഇതിനെക്കുറിച്ച് അവൻ എന്തെങ്കിലും ചോദിക്കുന്ന മുന്നേ തന്നെ തീ അവളെയും കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട്. സിരി അവനോട് ഇതെല്ലാം എന്താണെന്ന് ചോദിക്കുന്നു. നീ എൻ്റെ വൈഫല്ലേ? നീ എന്നോട് സത്യം പറ. നിനക്കും ക്രിറ്റിനും ഇടയിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? നിനക്ക് എന്നോട് എന്ത് കാര്യവും തുറന്നു പറയാം. നീ എന്നോട് കള്ളം പറയുന്ന അത്രയും ഹർട്ടാകില്ല ഞാൻ സത്യം കേൾക്കുമ്പോൾ എന്ന് അവൻ പറയുന്നു. പക്ഷേ ഇതെല്ലാം കേൾക്കുമ്പോൾ സിരിക്ക് ഒരുപാട് ബാഡ് ഫീൽ ചെയ്യുന്നു. നിന്റെ തോട്ട് ഇത്രയും ചീപ്പാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്കറിയില്ല പോപ്പ് നിന്നിൽ എന്ത് കണ്ടിട്ടാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി നിന്നെ ഏൽപ്പിച്ചെന്ന്. എനിക്ക് തോന്നുന്നില്ല എൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നീ ഡിസേർവ് ചെയ്യുന്നു. എൻ്റെ മകനെക്കുറിച്ച് ചിന്തിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ മാരി ചെയ്യില്ലായിരുന്നു. ഒരു മകനെക്കുറിച്ചുള്ള അവൻ്റെ അമ്മയുടെ വറീസ് എന്താണെന്ന് നിനക്ക് എന്തറിയാമെന്നെല്ലാം അവൾ ചോദിക്കുന്നു. അവൾ ഇമോഷണലി ഒരുപാട് കാര്യങ്ങൾ അവനോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ തീയും ഒരുപാട് അപ്സെറ്റ് ആകുന്നു. അപ്പോൾ തീ തൻ്റെ പാസ്റ്റിനെ കുറിച്ച് ഓർക്കുന്നു. തൻ്റെ കുട്ടിക്കാലത്ത് തൻ്റെ സ്വന്തം മദർ തന്നെ ഉപേക്ഷിച്ചു പോയതാണ്. പക്ഷെ ഇവിടെ സിരിയ തൻ്റെ മകന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് തീ അവിടെ നിൽക്കാണ്. അവൻ്റെ മൈൻഡ് ഇങ്ങനെ ഡിസ്റ്റർബായി നിൽക്കുന്ന ടൈമിൽ സിരിയ അവിടുന്ന് വെളിയിലേക്ക് വരുന്നു. അപ്പോൾ സ്പൈ അവളുടെ അടുത്ത് വന്ന്, മാഡം എന്നോട് ഒരു കാര്യം പറ. മാഡം ഇപ്പോൾ കൗനെ പിക്ക് ചെയ്യാനായി സ്കൂളിലേക്ക് പോയതല്ലേ? പിന്നെ എങ്ങനെ ഇത്ര പെട്ടെന്ന് ബോസിൻ്റെ കൂടെ തിരിച്ചു വന്നു എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. സിരിക്ക് എന്തു മറുപടി പറയണം എന്നറിയാതെ അവിടെ നിൽക്കാണ്. അപ്പോൾ ആ ടൈമിൽ സീന അവിടേക്ക് വരുന്നു ടാക്സിയിൽ. സീന വെളിയിറങ്ങുന്നില്ല. സിരിക്കാണെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, കാരണം അവളുടെ മുന്നിൽ ഈ സ്പൈ നിൽക്കാണ്. ഇത് ഹാൻഡിൽ ചെയ്യാനായി ഞാൻ അവിടേക്ക് വരുന്നു. നീ വേഗം പോയി 200 റുപ്പീസ് എടുത്തുകൊണ്ട് വാ, ടാക്സി കൊടുക്കാമെന്ന് അവൾ പറയുന്നു. സ്പൈ പണം എടുക്കാനായി അകത്തേക്ക് പോകുന്നുണ്ട്. അവിടെ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. സീനയും സിരിയും സേഫായിട്ട് ചേഞ്ച് ചെയ്യുന്നു എല്ലാവരുടെയും ഹെൽപ്പോടെ. പീക്കിൻ്റെ കൂടെ സിരി അവിടുന്ന് പോകുന്നു. സീന സിരിയുടെ സ്ഥാനത്ത് വീണ്ടും വരുന്നുണ്ട്. സ്കൂളിൽ നിന്ന് കൗനെ കൂട്ടിയാണ് അവർ വന്നിരുന്നത്. ഇവരെ എല്ലാവരും ഒരുമിച്ച് കാണുമ്പോൾ സ്പൈ ആകട്ടെ വീണ്ടും കൺഫ്യൂഷനിലാകുന്നു. നൈറ്റിൽ സീന റൂമിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ തീ അവിടേക്ക് വരുന്നു. സിരിയെ പറഞ്ഞ കേട്ട് അവൻ ഒരുപാട് ഇമോഷണലായിരുന്നു. സോ അവൻ വന്ന് അവളോട് സോറി പറയുന്നു. ഞാൻ നിന്നോട് ഇന്ന് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് ഐ ആം സോറി എന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് സീനയാകട്ടെ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. നീ എന്നോട് സോറി പറയുന്നു? ഓ മൈ ഗോഡ്, നിന്റെ വായിന്ന് സോറി കേൾക്കുമ്പോൾ എന്ത് സുഖമാണെന്ന് അവൾ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തീ വീണ്ടും പഴയ പോലാകുന്നു. നീ ഒരുപാട് ഓവറാക്കേണ്ട ആവശ്യമില്ല, വേഗം പോയി കിടന്ന് ഉറങ്ങ്. ഞാൻ ഫ്രഷ് ആകാൻ പോവുകയാണ്. നീ ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്ന് നിനക്കറിയാമല്ലോ എന്ന് അവൻ പറയുന്നുണ്ട്. ഫ്രഷ് ആയ ശേഷം തീ റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ സീനയാകട്ടെ കളർ ലൈറ്റെല്ലാം ഓണാക്കി വീൽ ചെയറിൽ ഡാൻസ് ചെയ്യാണ്. നീ ഇതെന്ത് ചെയ്യാണെന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് ഒരുപാട് ഹാപ്പിയാണ്. നീ എന്നോട് സോറി പറഞ്ഞു, എന്നെ സംബന്ധിച്ച് ഇത് വലിയ കാര്യമാണെന്ന് പറഞ്ഞ് അവൾ ഒരുപാട് ഹാപ്പിയായി അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. നിനക്ക് വട്ടായോ? നീ ഇന്ന് റൂമിന്റെ വെളിയിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് അവൻ അവളെ റൂമിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവളാകട്ടെ പോകാൻ തയ്യാറല്ലായിരുന്നു. എന്തായാലും സീന അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. രാത്രിയിൽ തീ എണീറ്റ് സീനയെ നോക്കുന്നു. ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന അവളെ കാണുമ്പോൾ അവൻ സ്മൈൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അവൻ ഈ കാര്യം റിയലൈസ് ചെയ്യുന്നു. ഞാനിത് എന്താ ചെയ്യുന്നത്? ഞാൻ എന്താ ഇവളെ ലൈക്ക് ചെയ്യാൻ തുടങ്ങിയോന്ന് അവൻ സ്വയം ചോദിക്കുന്നു. ഇതൊരിക്കലും പോസിബിൾ അല്ല. ഇവളെ പോലുള്ള ഒരു ക്രേസി ഗേളിനെ ഞാൻ ലൈക്ക് ചെയ്യാനോ? ഇതൊരിക്കലും പോസിബിൾ അല്ല എന്ന് അവൻ സ്വയം പറയുന്നു.